വിവാദ വഖഫ് ഭേദഗതി ബില്ലിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. 128 പേജുള്ള വിധിന്യായത്തിലൂടെ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണമാണ് ഉത്തരവിന്മേൽ ഉണ്ടായിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിലെ 3C ചട്ടം ഒഴികെയുള്ള ഭേദഗതിയിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള തടസ്സങ്ങളെല്ലാം സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്ര സർക്കാരിന് നീക്കി നൽകി. രാജ്യവ്യാപകമായി വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അന്യാധീനപ്പെടുത്താനും നടപ്പിൽ വരുത്തുന്നതാണ് വഖഫ് ഭേദഗതി നിയമം എന്ന വാദത്തെ തള്ളിയ കോടതി മുത്തവല്ലിമാരുടെ ദുരുപയോഗം തടയാനാണ് നിയമം കൊണ്ടുവന്നത് എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. ഒരു വഖഫ് സ്വത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ സർക്കാരുമായി തർക്കം ഉടലെടുത്താൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അത് വഖഫ് സ്വത്തായി കണക്കാക്കില്ലെന്ന 3Cയിലെ 2ാം വകുപ്പ് പ്രഥമ ദൃഷ്ടിയാൽ വിവേചനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു സ്വത്തിന്റെ ഉടമസ്ഥതയ്ക്ക് മേലുള്ള തർക്ക പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അധികാര വിഭജന തത്വങ്ങൾക്ക് എതിരാണെന്ന ന്യായത്തിലാണ് കോടതി 3C വകുപ്പ് സ്റ്റേ ചെയ്തത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഖണ്ഡിച്ച വിഷയങ്ങളിൽ പോലും ചീഫ് ജസ്റ്റിസ് BR ഗവായി സർക്കാർ നിലപാട് അംഗീകരിക്കുന്നതാണ് കോടതിയിൽ കാണാൻ കഴിഞ്ഞത്. വഖഫ് സ്വത്ത് ദാനം ചെയ്യുന്ന വ്യക്തി 5 വർഷം ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്ന 109ാം വകുപ്പ് വിവേചനപരമല്ല എന്ന ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ വഖഫ് സമർപ്പണം പരാമർശിക്കുന്ന നിയമത്തിലെ 104ാം വകുപ്പ് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി നിയമവിരുദ്ധം എന്ന ഹർജിക്കാരുടെ വാദത്തോടും കോടതി യോജിച്ചില്ല. വഖഫ് ബോർഡ് CEO മുസ്ലിം ആയിരിക്കണമെന്ന 1995 നിയമം മാറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിന് താഴെയല്ലാത്ത ആർക്കും CEO ആകാം എന്ന ഭേദഗതി ബില്ലിലെ ചട്ടത്തിനും കോടതി സ്റ്റേ അനുവദിച്ചില്ല. വഖഫ് സ്വത്ത് ദാനം ചെയ്യുന്ന സമ്പ്രദായം മുസ്ലിങ്ങളുടേതാണ് എന്ന ന്യായത്തിൽ അമുസ്ലിങ്ങൾക്ക് വഖഫ് ദാനം ചെയ്യുവാനുള്ള നിയമത്തെ അംഗീകരിച്ച കോടതിക്ക് പക്ഷേ വഖഫ് CEO മുസ്ലിം ആയിരിക്കണം എന്ന ആവശ്യത്തോട് മുഖം തിരിക്കാൻ കാരണമായത് എന്തായിരിക്കും? വഖഫ് ഭേദഗതി ബില്ലിലെ 36ാം വകുപ്പ് രജിസ്ട്രേഷനായി വഖഫ് ഡീഡ് വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. വാചക രൂപത്തിൽ വഖഫ് ചെയ്യാൻ കഴിയുന്ന ഓറൽ വഖഫ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കെ വഖഫ് ഡീഡ് വേണമെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെയാണ് ഇതിലൂടെ കോടതി മുഖവിലക്കെടുക്കാതിരുന്നത്. പട്ടികവർഗ മുസ്ലിങ്ങൾക്ക് ഭൂമി വഖഫ് ചെയ്യുന്നത് വിലക്കുന്ന നഗ്നമായ മൗലികാവകാശ ലംഘനത്തെയും കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ സാധൂകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. തുല്യത ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 14, വിവേചനത്തിനെതിരെ തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 15, എല്ലാ മതക്കാർക്കും മതപരമായ ആവശ്യത്തിന് സ്വത്ത് സമ്പാദിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 26 എന്നീ മൗലികാവകാശങ്ങളുടെ മേൽ കയ്യേറ്റം നടത്തുന്ന ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ ഈ വംശീയ ബില്ലിൽ സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് എങ്ങനെയായിരിക്കും എന്നതിന്റെ ട്രയൽ റൺ മാത്രമാണ് പുറത്തു വന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ.